ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സീൻ ടൈം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബോട്ട് നെക്കാണ്. ഇത് ലൈനിങ് വെച്ചിട്ട് ഇങ്ങനെയാണ് ബോട്ട് നെക്ക് കട്ട് ചെയ്യണേന്ന് നോക്കാം. ആദ്യം ഇതുപോലെ കഴുത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ കൈക്കുഴിയെല്ലാം വെട്ടി വെച്ചിരിക്കുകയാണ്. ഇവിടെ നെക്കിൻ്റെ അകലം വരുന്നത് 3.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ബോട്ട് നെക്ക് വരുമ്പോൾ അത് ഇത്തിരി കൂടുതലായിട്ട് വേണം നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടണം. ഇനി ഷോൾഡറിൻ്റെ വീതിയാണ്, കഴുത്തിൽ നിന്ന് ഷോൾഡർ വരെയുള്ളൊരു വീതി, അതിവിടെ 2.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിവിടെ മാർക്ക് ചെയ്യുക. ബാക്കി തയ്യൽ തുമ്പാണ്. ഇതാണ് ഇതിവിടെ ബോട്ട് നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴേക്ക് കഴുത്തിൻ്റെ അകലം അടയാളപ്പെടുത്താം. ഞാൻ ഇവിടെ 3.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 3 മുതൽ 4 ഇഞ്ച് വരെ ബോട്ട് നെക്കിൻ്റെ ഇറക്കാൻ പാടുള്ളൂ. ഇതുപോലൊരു ലൈൻ വരയ്ക്കാം. ഇതുപോലൊരു ആം ഹോൾ സ്കെയിൽ ഉണ്ടെങ്കിൽ കഴുത്ത് വരയ്ക്കാൻ എളുപ്പമുണ്ടാവും. സ്കെയിൽ ഇതുപോലെ വരച്ച് ആ ബോട്ട് നെക്കിൻ്റെ ഒരു ഷേപ്പ് കൊടുക്കുകയാണ്. ഇതുപോലെ വരച്ചെടുക്കുക. ഇനി ഇത് വെട്ടാണ്. ഇപ്പോൾ നമ്മൾ ബോട്ട് നെക്ക് വെട്ടിക്കഴിഞ്ഞു. ഇത് ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഇവിടെ ലൈനിങ് വെച്ചിട്ടാണ് നമ്മളിത് തയ്ക്കുന്നത്. അപ്പോൾ ലൈനിങ്ങിൽ നമ്മൾ നെക്ക് വെട്ടുന്നില്ല. ചുരിദാറിൻ്റെ നല്ല വശത്ത് ലൈനിങ് വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ കഴുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക 1/2 ഇഞ്ച് ഗ്യാപ്പിൽ. എന്നിട്ട് ഇതിൽ കൂടെ നമ്മൾ തയ്ച്ചു വരാണ്. ഇവിടെ ഞാൻ ക്യാൻവാസ് യൂസ് ചെയ്യാണ്ടാണ്, വളരെ എളുപ്പത്തിലാണ് ഞാൻ ഈ നെക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ബോട്ട് നെക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഇറക്കം വരുന്നത് 3 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെയാണ്. ഇതിനേക്കാളും കൂടുതൽ നെക്കിന് ഇറക്കെടുക്കരുത്. അതുപോലെ നെക്കിൻ്റെ വീതിയും ഒരു 1/2 ഇഞ്ച് മുതൽ 1 ഇഞ്ച് വരെ നമുക്ക് വീതി കൂട്ടാം. ഇപ്പോൾ ലൈനിങ് നെക്കുമേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ലൈനിങ്ങിനെ മറിച്ചിടാണ്. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ബോട്ട് നെക്കിൻ്റെ ഷേപ്പ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ബോട്ട് നെക്ക് റെഡിയായി.